Hi friends, welcome to Vidhu's Easy Cooking. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ദോശയാണ്. ഓട്സ് കൊണ്ട് ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്നത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സി ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഓട്സ് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത്, ഒരല്പം തക്കാളി അരിഞ്ഞത്, കുറച്ച് സവാള അരിഞ്ഞത്, ഒരല്പം മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ അല്പം ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊന്നും ചേർക്കാതെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അതിനകത്ത് നമുക്ക് വേണ്ട ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആവരുത്. നമുക്കിതിൽ ചിലവരിതിനകത്ത് അരിപ്പൊടി ചേർത്ത് കൊടുക്കും, അതുപോലെ തന്നെ റവയൊക്കെ ചേർത്ത് കൊടുക്കും. അത് ആ ദോശയുടെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ചെറിയൊരു നമ്മൾ ദോശ പോലെ ആയിരിക്കില്ല, എന്നാലും ഒരു അടയുടെയൊക്കെ ഒരു പാകമായിരിക്കും ഇതുണ്ടാവുക. മതി. ഇനി നമുക്കിതിനൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പാൻ ചൂടാകാൻ വെക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ എണ്ണ ചേർക്കുന്നില്ല. അല്ലാത്ത ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഈ ദോശയൊന്ന് മറിച്ചിടാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കടലക്കറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. ചട്നി യൂസ് ചെയ്യാം, ചമ്മന്തി യൂസ് ചെയ്യാം. അതില്ലാന്നുണ്ടെങ്കിൽ തൈര് കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിന് പറ്റിയ ഒരു ദോശയാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.